മലയാള സാഹിത്യത്തിലും ഇന്ത്യൻ സാഹിത്യ നഭോമണ്ഡലത്തിലും വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ഒരേ ഒരു വ്യക്തിത്വം MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ വടകര വരദിയുടെ പ്രണാമം. തുഞ്ചൻ പറമ്പിലിരുന്ന് ഇളം നാവിൻ തുമ്പുകളിൽ അക്ഷരവിത്തെഴുതിയ മലയാളത്തിൻ്റെ അക്ഷരഗുരു. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ ഞാൻ അറിയുന്ന നിളാനദിയാണ് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് വിനയപൂർവ്വം ലോകത്തോട് പറഞ്ഞ മഹാപ്രതിഭ. മൗനത്തിന് പോലും 1000 അർത്ഥകൽപ്പനകളുടെ കരുത്തും സൗന്ദര്യവും തൻ്റെ തൂലികയാൽ സൃഷ്ടിച്ചെടുത്ത മലയാളത്തിൻ്റെ കഥാപ്രപഞ്ചം. ആത്മാവിൽ നിന്നൊഴുകുന്ന ഏത് കഥയും കവിതകളായി തീരുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ അളവും തച്ചും പിഴക്കാത്ത കഥനകരയുടെ പെരുന്തച്ഛൻ. ലോകത്താകമാനമുള്ള തൻ്റെ ആരാധകർ, നിശബ്ദമായ തൻ്റെ മുറി, അക്ഷരത്തഴമ്പുള്ള തൻ്റെ എഴുത്തുമേശ, വൈവിധ്യമാർന്ന 100 കണക്കിന് കഥാപാത്രങ്ങൾ എല്ലാം ബാക്കിയാക്കി കാലത്തിനപ്പുറത്തേക്ക് യാത്രയായി. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്ര. കാലം ഒരിക്കലും നിശ്ചലമല്ല. ഓർമ്മകളുടെ കൈപിടിച്ച് നമുക്ക് മുന്നോട്ട് നടക്കാം. വേലായുധനെ വായിച്ചറിഞ്ഞ മനുഷ്യരോട് നിങ്ങളോട് ചിലത് മിണ്ടാനും പറയാനുമുണ്ട് എനിക്ക്. നിങ്ങളോട് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടികർത്താവിനോടും. പക്ഷേ അദ്ദേഹം കാലവും കടന്ന് വിളിച്ചാൽ വിളി കേൾക്കാത്ത ദൂരത്തേക്ക് യാത്ര പോയെന്നറിഞ്ഞു. ഈ ശൂന്യതയിൽ ഒരു സ്വകാര്യം പറയട്ടെ. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും എന്നെപ്പോലെ ഓരോരോ ബന്ധനത്തിലല്ലേ? നിങ്ങൾക്ക് മനുഷ്യഹൃദയത്തിൻ്റെ ഭാഷയറിയോ? തിളച്ചു മറിയുന്ന മനസ്സിൻ്റെ നീറ്റലറിയോ? കളിക്കാനും ചിരിക്കാനും പ്രണയിക്കാനുമുള്ള മോഹങ്ങൾ എനിക്കുമില്ലേ? ഇഷ്ടമില്ലാതായ ആരെയും ഒരു കാരണവുമില്ലാതെ സമൂഹത്തിൽ നിന്ന് പോലും അകറ്റി നിർത്താൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അനാഥനായ എനിക്ക് നേരും നെറിയുമില്ലാത്ത